അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സലാം, നമസ്കാരം. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ജർമ്മൻ പയർ അഥവാ നല്ല മുത്തുമണികൾ പോലെ ഇരിക്കുന്ന വെള്ളപ്പയർ ഒലത്തുകൾ ഉണ്ടാക്കാനും ഉപ്പേരികൾ ഉണ്ടാക്കാനും കറികൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളപ്പയർ. ഇത് ഞാൻ കടയിൽ നിന്നും വാങ്ങിയപ്പോൾ കടക്കാരനോട് പറഞ്ഞു ഇതിൽ നിന്ന് കുറച്ചെടുത്തുനിന്ന് നട്ടുപിടിപ്പിച്ച് നോക്കണം. കടക്കാരൻ ഉടനെ പറഞ്ഞത് ഇത് യാതൊരു കാരണവശാലും മുളക്കാൻ സാധ്യതയില്ല, അഥവാ മുളച്ചാൽ തന്നെ ഇതിൽ പയറുണ്ടാകാനും സാധ്യതയില്ല. ഇനി പയറുണ്ടായാൽ തന്നെ ഇതിന് യാതൊരു ടേസ്റ്റും ഉണ്ടാവുകയില്ല, കാരണം ഇത് നമ്മുടെ നാടൻ പയറല്ല എന്നാണ്. പക്ഷേ ഞാൻ ഇത് കൊണ്ടുപോയി പറഞ്ഞതുപോലെ കുറച്ചെടുത്ത് നട്ടുപിടിപ്പിച്ച് നോക്കി. നട്ട എല്ലാ പയറും ഒരു മണി പോലും ഇല്ലാതെ എല്ലാം മുളച്ച് കിട്ടി. അതിനായി ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയുള്ള ചെറിയ പറമ്പിൽ പുല്ല് കയറി കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് ഞങ്ങൾ തന്നെ വെട്ടിമറിച്ച് ചെറിയ വാരമുണ്ടാക്കി അതിൽ 2 ചാൺ അകലം കണ്ട് ഈ ഓരോ പയറും നട്ടുപിടിപ്പിച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് ദിവസം നനച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ പയറും ഒന്നും പോകാതെ എല്ലാ പയറും മുളച്ച് നല്ല ഇലകളോടുകൂടി വന്നു. ഈ ഇലകൾ തന്നെ ഞങ്ങൾ പറിച്ചെടുത്ത് ഒരു നല്ല തോരനുണ്ടാക്കി കറി വെച്ച് കഴിച്ചു. എന്നിട്ടോ ഞങ്ങളെ എല്ലാവരെയും അമ്പരപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് 1 മുഴം നീളമുള്ള നല്ല തുടുത്ത മണികളുള്ള പയറുകൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടി. വളരെ ടേസ്റ്റിയായ, ഞങ്ങളിപ്പോൾ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ലാത്ത വളരെ ടേസ്റ്റിയായ അച്ചിങ്ങ പയർ ഞങ്ങൾ 2-3 പ്രാവശ്യം ഇപ്പോൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, വലിയ ആർഭാട ഭംഗിയൊന്നുമില്ലാത്ത ഈ ചെറിയ അച്ചിങ്ങപ്പയർ കൃഷി വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ കാരണം കണ്ടോ, കടുത്ത ചൂടുള്ള വേനൽക്കാലത്താണ് ഇതുപോലെ വിഷമയമില്ലാത്ത 100% ശുദ്ധവും ടേസ്റ്റിയുമായ അച്ചിങ്ങപ്പയർ കൃഷി മാത്രമല്ല മറ്റു പല പച്ചക്കറികളും നമ്മുടെ വീട്ടുവളപ്പുകളിൽ നമുക്ക് ചെറിയതായിട്ടൊന്ന് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ 100% ഫലവത്തായി വിളയിച്ചെടുക്കാൻ കഴിയും എന്ന് സൂചിപ്പിക്കാനാണ് വീഡിയോ കാണാൻ വന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സലാം, താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. മാസ്സലാം.